ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് ബീച്ച് കിട്ടുന്ന ഗ്രീൻ പീസ് മുട്ട മസാല കഴിച്ചിട്ടുണ്ടോ? അതിനെ കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആക്കി എടുത്താലോ? ഗ്രീൻ പീസ് മുട്ട മസാലയുടെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഗ്രീൻ പീസ് ആദ്യം തന്നെ ഞാൻ വെള്ളത്തിൽ ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 4 വിസിൽ വരണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാള, ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, ഒരു മുളക്, ഒരു വലിയ തക്കാളി ആട്ടോ എടുത്തത്. ഇതിനെല്ലാം കുറച്ച് വലുപ്പത്തിൽ ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ട് മുറിച്ച് വയ്ക്കാം. ഇതിനെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്, അളവൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണേ. പിന്നെ ഞാൻ 3 മുട്ട പൊട്ടിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കത്തിച്ചിട്ട് അതിലേക്ക് പാത്രം വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ടാണല്ലോ വേവിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എരിവ് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടി ചേർത്തോളൂ കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മുട്ട കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ മുട്ട നന്നായിട്ട് ഇങ്ങനെ ചിക്കി പൊരിച്ചെടുക്കില്ല, നമ്മൾ ഉപ്പേരി പോലെ ഉണ്ടാക്കില്ലേ, അതുപോലെ മുട്ട ആവുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കറിവേപ്പില ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമുക്ക് വൈകിട്ട് ചായക്ക് കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.